ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന് പുത്തമ്പള്ളി പെരുന്നാളായിട്ടുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പെരുന്നാൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുറേ കാത്തിരുന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നൈറ്റാണ് കേട്ടോ പരിപാടികളെല്ലാം. നമ്മുടെ കൊല്ലത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പകൽ സമയത്താണ് കേട്ടോ. പള്ളി പെരുന്നാളും ഒരു ഉച്ചയോടുകൂടി ഇതൊക്കെ കഴിയിട്ടാണ്. പക്ഷെ തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ എല്ലാ പെരുന്നാളുകളും അമ്പലങ്ങളിലെ പരിപാടികളൊക്കെ ആണെങ്കിലും രാത്രിയിലാണ് കേട്ടോ നടത്താറ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുന്നത് കൊണ്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ കുഞ്ഞിൻ്റെ പപ്പ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും എൻ്റെ നിർബന്ധത്തിനാണ് കേട്ടോ പോയത്. ഭയങ്കര തിരക്കായിരുന്നു. അതൊക്കെ കണ്ടാൽ തന്നെ അറിയാം. കണ്ട ഒരു സൂചി വീഴ പോലുള്ള സ്ഥലമില്ലാത്ത അത്രത്തോളം തിങ്ങി ഞെരുങ്ങിയിട്ടാണ് കേട്ടോ ജനങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് കയറി കുറച്ച് നേരം പരിപാടികളൊക്കെ കണ്ടുകൊണ്ട് നിന്ന് കേട്ടോ. പള്ളിയൊക്കെ നല്ലോണം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വഴിയോര കച്ചവടക്കാർ അടുത്തോട്ടൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിന്. അപ്പം പിന്നെ നമ്മളതൊക്കെ കണ്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ നല്ല തിരക്കുണ്ട്. നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണം. എന്ന് വെച്ചാൽ അറിയാലോ, തിരക്കായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പിന്നീട് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വാങ്ങിയതാണ്, പക്ഷേ എൻ്റെ മോനാണത് കഴിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ് പറയുക, പിന്നെ അതിൻ്റെ രൂപങ്ങളുടെ പ്രദക്ഷിണമൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു സന്തോഷമല്ലേ. എനിക്ക് ഇങ്ങനത്തെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് എത്ര വയ്യെങ്കിലും ആവുമെങ്കിൽ ഞാൻ പോവാറുണ്ട് കേട്ടോ. പിന്നെ അവിടെ മാലാക്കന്മാരുടെ വേഷമൊക്കെ അണിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ രൂപത്തിന് മുന്നിൽ ഇങ്ങനെ എന്താ പറയുക പോകുന്നുണ്ട്. അതൊക്കെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. കൊല്ലത്താവുമ്പം ഇങ്ങനത്തെ പരിപാടികൾ നമ്മൾ അധികം പങ്കെടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ പരിപാടികളെല്ലാം പകൽ സമയത്തായിരിക്കും. അപ്പം നമുക്ക് ചിലപ്പം പോകാനൊരു അസൗകര്യം ഉണ്ടാവും. ആ സമയമാകുമ്പോൾ എല്ലാവരും ജോലിക്കും ഒക്കെ പോകുന്ന ദിവസങ്ങളൊക്കെ ആയിരിക്കും. രാത്രി പരിപാടികളൊക്കെ അപൂർവമായിട്ട് കൊല്ലത്ത് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പം തൃശ്ശൂരാണെങ്കിൽ ഏതൊരു ചെറിയ പരിപാടിയാണെങ്കിലും അത് വലിയ ആഘോഷമാക്കിയിട്ടായിരിക്കും ആ നാട്ടുകാരത് കൈകാര്യം ചെയ്യും, എല്ലാവരും പങ്കെടുക്കുകയൊക്കെ ചെയ്യണം. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഇവിടുത്തെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൊല്ലത്ത് നമ്മൾ തീരെ കുറവാണ് കേട്ടോ പരിപാടികളിൽ പങ്കെടുക്കാറ്. നമ്മുടെ സാഹചര്യത്തിനുള്ള ആ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം പോകാറുണ്ട്. എന്നാലും നമ്മൾ കൂടുതലും പരിപാടികൾ തൃശ്ശൂർ വന്നിട്ടാണ് കേട്ടോ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇപ്പം കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി ഹോസ്പിറ്റലും. പിന്നെ എനിക്ക് വയ്യാണ്ടിരിക്കുന്നത് കൊണ്ടൊക്കെ നമുക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളതൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതായത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ആക്കി ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വെടിക്കെട്ട് കാണാനായിട്ട് നിന്ന് കേട്ടോ. നല്ല അടിപൊളി വെടിക്കെട്ടാണ്, കണ്ടില്ലേ എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട്. എൻ്റെ മോൻ സത്യം പറഞ്ഞാൽ ഈ ഒരു കൊല്ലമാണ് കേട്ടോ അവൻ നല്ലോണം ഈ പെരുന്നാളും ആഘോഷങ്ങളൊക്കെ ആസ്വദിച്ച് കാണാനുള്ളൊരു ഇതായത്. കഴിഞ്ഞ തവണ നമ്മൾ എല്ലാ തവണയും മുടങ്ങാണ്ട് വരുന്നൊരു പെരുന്നാളാണ് കേട്ടോ ഈ പുത്തമ്പള്ളി പെരുന്നാൾ. അപ്പം എല്ലാ കൊല്ലവും എന്ന് വെച്ചാൽ അവൻ കുറച്ചും കൂടി ചെറുതായിരുന്നല്ലോ. അപ്പോൾ ഓൾറെഡി തന്നെ കുഞ്ഞുങ്ങളായതുകൊണ്ട് കുറേയൊക്കെ യാത്ര ചെയ്ത് ഈ ഒരു സമയമാകുമ്പോഴത്തേനും അവൻ ഉറങ്ങാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ചുണർത്തിയിട്ട് കാണിക്കാറുണ്ടായിരുന്നു. എന്നാലും അവൻ അങ്ങനെയൊന്നും നല്ല ഉഷാറായിട്ടൊന്നും ഇരിക്കാറൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ തവണ നല്ലോണം എല്ലാ ആഘോഷങ്ങളും കണ്ടതാണ്. പിന്നെ ഒരു അപ്പാപ്പന് എൻ്റെ മോൻ ബാൻഡ് മേളത്തിനൊപ്പം ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് തിരിച്ച് പോരാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ ചെറിയ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ തിരിച്ച് പോരാനായിട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ ഈ ചെണ്ടമേളം
പിന്നെ മുത്തുക്കുടയൊക്കെ പിടിച്ച ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ മുത്തുക്കുടയിലൊക്കെ ഇങ്ങനെ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി സമയമായതുകൊണ്ട് അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകാനായിട്ട് നടക്കുകയാണ് കേട്ടോ.